വൈപ്പിൻ ഗോശ്രീ പാലം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിക്കണമെന്ന് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി. ഗതാഗതത്തിനായി പാലം തുറന്നു കൊടുത്തിട്ട് 19 വർഷം പിന്നിടുമ്പോഴും ജനസാന്ദ്രത കൂടി ഈ പ്രദേശത്ത് ഗോശ്രീ പാലം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിച്ചിട്ടില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമിതി സർവകക്ഷി സമ്മേളനത്തിൽ സമരപ്രഖ്യാപനം നടത്തി. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നടത്തിയ സർവകക്ഷി സമ്മേളനം സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ജോളി ജോസഫ് അധ്യക്ഷയായി. ഗോശ്രീ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ട് 19 വർഷം പിന്നിടുമ്പോഴും ജനസാന്ദ്രത കൂടിയ വൈപ്പിൻ ജനതയ്ക്ക് ഗോശ്രീ പാലം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിച്ചിട്ടില്ലെന്നാണ് ഇവരുടെ ആരോപണം. മന്ത്രിയും MLAയും 3 മാസത്തിനകം ഇതിനൊരു പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ആ ഉറപ്പ് പാഴായതോടെ സമിതി സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തുകയായിരുന്നു. 120ഓളം സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന വൈപ്പിൻ റൂട്ടിലെ 63 ബസ്സിനെങ്കിലും പെർമിറ്റ് നൽകണമെന്നാണ് ബസ് ഉടമകളും തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി, ജില്ലാ കളക്ടർ RTA എന്നിവരെ നേരിൽ കണ്ട് ചർച്ച നടത്തി സമർപ്പിച്ച നിവേദനത്തിൽ വൈപ്പിൻ ജനതയുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഉടൻ സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കണമെന്നും അപേക്ഷ സമർപ്പിച്ച എല്ലാ ബസ്സുകൾക്കും എറണാകുളം നഗരത്തിലേക്ക് കയറുവാൻ അനുവാദം നൽകണമെന്നും ഘട്ടം ഘട്ടമായി സർക്കാർ ചുമതലപ്പെടുത്തിയ നാറ്റ്പാക് നൽകിയ റിപ്പോർട്ട് പ്രകാരം 25 കിലോമീറ്റർ എന്ന നിബന്ധന മാറ്റി ഗോശ്രീ പാലം വഴി സർവീസ് നടത്തുന്ന 70 സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കണമെന്നും ഞാറയ്ക്കൽ പ്രസ് ക്ലബ് ഹാളിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ സമിതി കൺവീനർ ജോണി വൈപ്പിൻ, അയ്യങ്കാളി സാംസ്കാരിക വേദി ചെയർമാൻ PK ബാഹുലയൻ, SNDP പ്രതിനിധി M രാജഗോപാൽ, കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്തറ, പ്രതികരണ സമിതി ചെയർമാൻ NG ശിവദാസ്, ഫ്രാൻസിസ് അറയ്ക്കൽ, ടൈറ്റസ് പൂപ്പാടി, ജോസി ചക്കാലക്കൽ, റോസ്ലി ജോസഫ്, ഡാലി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. വിജ്ഞാപനം വരികയാണ്. അതും ഒരു അന്തിമ വിജ്ഞാപനം. എന്താണ് ആ വിജ്ഞാപനം? നിങ്ങൾക്കറിയാം. ആ വിജ്ഞാപനത്തിന്റെ ഗൂഢലക്ഷ്യം പറവൂർ തുടങ്ങി എറണാകുളത്തേക്കുള്ള റൂട്ട് ദേശസാൽക്കരിച്ചുകൊണ്ട് വൈപ്പിൻ ജനതയെ കബളിപ്പിക്കുന്ന ഒരു ഗസറ്റായിരുന്നു ആ വിജ്ഞാപനം അവരിറക്കിയത്. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.